സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ടുവേർഡ്സ് മോഡേണിറ്റി, കേരളം ആധുനികതയിലേക്ക് എന്ന യൂണിറ്റിന്റെ മറ്റൊരു ക്ലാസ് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന ഭാഗം നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്ത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. The national movement in Kerala lacked a unified form as the state was not administratively united. ഭരണപരമായി ഏകീകരിക്കപ്പെട്ട ഒരവസ്ഥയിലായിരുന്നില്ല നമ്മുടെ കേരളം. സ്വാതന്ത്ര്യ സമര പോരാട്ട വേളയിൽ സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ ദേശീയ തലത്തിൽ നടക്കുന്ന സമയത്ത് നമ്മുടെ കേരളം എന്ന് പറയുന്നത് 3 മേഖലകളായി വിഭജിക്കപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. നമുക്കറിയാം, മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിങ്ങനെ ഭരണപരമായി പ്രധാനമായും 3 മേഖലകളായി വിഭജിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടങ്ങൾക്ക് ഒരു ഐക്യരൂപം കേരളത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. The British ruled the Malabar region directly, whereas Kochi and Travancore were indirectly ruled through the resident. നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. ബ്രിട്ടീഷുകാർ മലബാറിൽ നേരിട്ടുള്ള ഭരണം നടത്തിയെങ്കിൽ കൊച്ചിയിലും അതേപോലെ തിരുവിതാംകൂറിലും അവരുടെ റെസിഡന്റുമാർ മുഖേന ഇൻഡയറക്റ്റ് ആയിട്ടാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തത്? ഭരണം നടത്തിയത്, അല്ലെങ്കിൽ ഭരണം നിയന്ത്രിച്ചത്. ബിക്കോസ് ഓഫ് ദിസ് റീസൺ political agitations were not active in Kochi and Travancore as in Malabar. ബ്രിട്ടീഷുകാരുടെ ഭരണം നേരിട്ട് നടന്നത് മലബാറിലായതുകൊണ്ട് തന്നെ അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നത് മലബാറിലുള്ള ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റവും ശക്തമായ റെസിസ്റ്റൻസ്, പൊളിറ്റിക്കൽ അജിറ്റേഷൻസ്, രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും കലാപങ്ങളും ഒക്കെ അരങ്ങേറിയത് പ്രധാനമായും എവിടെയാണ്? മലബാറിലാണ്. മലബാറിലുണ്ടായ അത്ര തന്നെ പോരാട്ടങ്ങൾ എവിടെ ഉണ്ടായിട്ടില്ല? കൊച്ചിയിലും തിരുവിതാംകൂറിലും ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായിട്ടില്ല. കാരണം Malabar region, the British controlled, or they ruled the Malabar region directly and Kochi and Travancore indirectly. അപ്പോൾ മലബാറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളും സംഭവ വികാസങ്ങളും ഒക്കെ നമ്മൾ ആദ്യം ഇവിടെ പറഞ്ഞു തുടങ്ങുകയാണ്. ഏറ്റവും ആദ്യം നമ്മളപ്പോൾ മലബാർ പ്രദേശം നോക്കുകയാണ്. മലബാർ In Malabar, political activities gained momentum during the First World War. ഒന്നാം ലോക യുദ്ധത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ മലബാറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഒക്കെ സജീവമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വേൾഡ് വാർ നമ്മൾ നേരത്തെ മുമ്പ് പഠിച്ചിട്ടുണ്ട്. 1914 to 1918, 1914 തുടങ്ങി 18 അവസാനിച്ചിട്ടുള്ള യുദ്ധമാണ് ഫസ്റ്റ് വേൾഡ് വാർ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ മലബാറിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. The first conference of Malabar District Congress, chaired by Annie Besant, was held at Palakkad in 1916. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. 1916 പാലക്കാട് വെച്ച് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നു. മലബാറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിലെ, രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണത്. 1916 പാലക്കാട്ട് വെച്ച് ആനി ബെസന്റിന്റെ അധ്യക്ഷതയിൽ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ, മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസിന്റെ ഫസ്റ്റ് കോൺഫറൻസ് നടക്കുകയാണ്, ആദ്യ സമ്മേളനം നടക്കുകയാണ്. KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, K മാധവൻ നായർ, E മൊയ്തു മൗലവി ആൻഡ് MP നാരായണ മേനോൻ were at the helm of the Congress in Malabar during this period. ഈ ഒരു സമയത്ത് മലബാറിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ, അല്ലെങ്കിൽ മലബാറിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേരുകളൊക്കെയാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തത്. KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, K മാധവൻ നായർ, E മൊയ്തു മൗലവി, MP നാരായണ മേനോൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ. The last Malabar political conference held at Manjeri in 1920 discussed several issues like political reforms, problems of tenants and the Khilafat and so on. Okay, ശ്രദ്ധിക്കുക, മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം പറയാണ്. 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു? പൊളിറ്റിക്കൽ റിഫോംസ്, രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ, പ്രോബ്ലംസ് ഓഫ് ടെനൻസ്, കുടിയായ്മ വിഷയം, കുടിയാന്മാരുടെ പ്രശ്നങ്ങൾ,
അതേപോലെ തന്നെ ഖിലാഫത്ത് വിഷയം, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും 1920 മഞ്ചേരിയിൽ ചേർന്ന അവസാന പൊളിറ്റിക്കൽ കോൺഫറൻസ്, മലബാർ പൊളിറ്റിക്കൽ കോൺഫറൻസ്, മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കി. ഈ കാര്യങ്ങളൊക്കെ ആ ഒരു സമ്മേളനത്തിൽ അവർ ചർച്ച ചെയ്തു. ഇൻ 1920, അപ്പോൾ മലബാറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളും സംഭവ വികാസങ്ങളുമാണ് നമ്മളിവിടെ പറഞ്ഞു തുടങ്ങുന്നത്. അതിന്റെ ഭാഗമായി ഏറ്റവും ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസിന്റെ ഫസ്റ്റ് കോൺഫറൻസ് ആണ്, ചെയർഡ് ബൈ ആനി ബെസന്റ്. അതേപോലെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടു, മലബാറിലെ കോൺഗ്രസ് ലീഡേഴ്സിനെ പരിചയപ്പെട്ടു. പിന്നീട് പറഞ്ഞത് 1920 മഞ്ചേരിയിൽ വെച്ച് നടന്നിട്ടുള്ള ലാസ്റ്റ് മലബാർ പൊളിറ്റിക്കൽ കോൺഫറൻസ് ദാറ്റ് ഡിസ്കസ്ഡ് സെവറൽ ഇഷ്യൂസ് ലൈക്ക് പൊളിറ്റിക്കൽ റിഫോംസ്, പ്രോബ്ലംസ് ഓഫ് ടെനൻസ്, ഖിലാഫത്ത് ആൻഡ് സോ ഓൺ. ഓക്കെ, ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം പറയുന്നു. ഇൻ 1920, 1920 ഗാന്ധിജി ആൻഡ് ഷൗക്കത്ത് അലി ബ്രദേഴ്സിലെ, അലി സഹോദരന്മാരിലെ മൗലാന ഷൗക്കത്ത് അലി, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, രണ്ടുപേരെയും കൂടി നമ്മൾ അലി സഹോദരന്മാർ എന്ന് വിളിക്കുന്നുണ്ട്. ഖിലാഫത്ത് പ്രസ്ഥാനത്ത് നേതൃത്വം കൊടുത്ത ആളുകളാണ്. അപ്പോൾ ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും they visited Calicut and declared their support to the Khilafat movement. കേരളത്തിൽ നടക്കുന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്, ഖിലാഫത്ത് സമരങ്ങൾക്ക് കേരളത്തിലെത്തിയിട്ടുള്ള ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും എന്ത് ചെയ്തു? പിന്തുണ പ്രഖ്യാപിച്ചു. ശ്രദ്ധിക്കാം. The Khilafat Committee was formed. The Khilafat Committee was formed with Katilasheri Muhammad Maulavi and Muhammad Abdur Rahman Sahib as the president and the secretary respectively. ഓക്കെ, മലബാറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ, ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ഖിലാഫത്ത് കമ്മിറ്റിയുടെ രൂപീകരണത്തെ തുടർന്നാണ്. ഓക്കെ, അപ്പൊ മലബാറിൽ ദി ഖിലാഫത്ത് കമ്മിറ്റി വാസ് ഫോംഡ്, ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയാണ് വിത്ത് കാട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ആൻഡ് മുഹമ്മദ് അബ്ദുർ റഹ്മാൻ സാഹിബ് ആസ് ദി പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു. അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? കാട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. അതിന്റെ സെക്രട്ടറി ആയിട്ട് മുഹമ്മദ് അബ്ദുർ റഹ്മാൻ സാഹിബും. ദി ഖിലാഫത്ത് മൂവ്മെന്റ് ബിക്കെയിം സ്ട്രോങ് ഇൻ മലബാർ. ഓക്കെ, മലബാറിൽ ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനം വളരെ ശക്തമായി തന്നെ നടന്നു. സബ്സിക്വന്റ്ലി there were direct fights with the British in several places in മലബാർ. ബ്രിട്ടീഷുകാരുമായിട്ട് ഈ ഖിലാഫത്ത് സമരത്തിന്റെ ഭാഗമായിട്ട്, ഖിലാഫത്ത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് മലബാറിൽ പല സ്ഥലത്ത് വെച്ചും ബ്രിട്ടീഷുകാരുമായി നേരിട്ടുള്ള യുദ്ധങ്ങൾ, നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. The Mappila peasants of Malabar fought against the British in ഏറനാട്, വള്ളുവനാട് ആൻഡ് പൊന്നാനി താലൂക്സ്. ശ്രദ്ധിക്കുക, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മാപ്പിള പെസൻസ് ഓഫ് മലബാർ, മലബാറിലെ മാപ്പിളമാരായിട്ടുള്ള കർഷകർ, they fought against the British in ഏറനാട്, വള്ളുവനാട് ആൻഡ് പൊന്നാനി താലൂക്ക്. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലെ മാപ്പിള കർഷകർ, മലബാറിലെ മാപ്പിള കർഷകർ ഈ പറയുന്ന താലൂക്കുകളിലൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിട്ടുള്ള സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ നയിച്ചിട്ടുണ്ട്. ഈ സമരങ്ങളെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. These struggles in general are known as Malabar Rebellion of 1921 or Mappila Rebellion of 1921. ഈ കലാപങ്ങളെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് എങ്ങനെയാണ്? 1921 മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള കലാപം, മാപ്പിള ലഹള എന്നൊക്കെയാണ്. മലബാർ സ്വാതന്ത്ര്യ സമരം എന്നും ചില ചരിത്രകാരന്മാർ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി നമ്മൾ നേരത്തെ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന യൂണിറ്റിലൊക്കെ പഠിച്ചിട്ടുണ്ട് മലബാർ റെബല്ലിനെ പറ്റി. അപ്പൊ ഏതായാലും ഇവിടെ ഒന്നുകൂടി മലബാറിൽ നടന്നിട്ടുള്ള, ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ, അതേപോലെ നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായി മലബാറിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. അക്കൂട്ടത്തിൽ നമ്മൾ തീർച്ചയായിട്ടും പരാമർശിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് 1921 മലബാർ റെബല്യൻ. ഇനി നമുക്കറിയാം 1930s സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് രാജ്യത്തിന്റെ പല ഭാഗത്തായിട്ട് അരങ്ങേറുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് നടന്ന രണ്ടാമത്തെ ബഹുജന സമരമാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഒന്നാമത്തേത് ഖിലാഫത്തിന്റെ കൂടെ ഉണ്ടായിട്ടുള്ള നിസ്സഹകരണ സമരമാണ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇൻ 1930s ദി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഗെയിൻഡ് മൊമെന്റം ഇൻ മലബാർ. 1930 ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ മലബാറിൽ അതിന്റെ അലയൊലികൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. People broke the salt law by making salt under the leadership of K. Kelapan and Muhammad Abdur Rahman Sahib at Payyanur and Kozhikode respectively. K. Kelapന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലും മുഹമ്മദ് അബ്ദുർ റഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടുമൊക്കെ
എന്ത് ചെയ്തു? ഗാന്ധിജിയുടെ ഈ ഒരു സമരാഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഈ ആളുകൾ അല്ലെങ്കിൽ മലബാറിലെ ജനങ്ങൾ എന്ത് ചെയ്തു? ഇവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമങ്ങളൊക്കെ തെറ്റിച്ച് ലംഘിച്ച് ഉപ്പ് കുറുക്കി അറസ്റ്റ് വരിച്ചു. The British army brutally attacked the Satyagrahis and arrested the leaders. ഈ സത്യാഗ്രഹികൾ, ഉപസത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സത്യാഗ്രഹികളെ ബ്രിട്ടീഷ് പട്ടാളം അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. Boycott of foreign goods, picketing liquor shops and popularizing khadi were also part of civil disobedience movement. ഇങ്ങനെയുള്ള പിന്നെ പ്രവർത്തികളൊക്കെ ഗാന്ധിജിയുടെ എല്ലാ സമരങ്ങളുടെയും പ്രത്യേകതയാണ്. അത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിനും നിയമലംഘന പ്രസ്ഥാനത്തിനും ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ്, വിദേശ വസ്തുക്കളൊക്കെ ബഹിഷ്കരിക്കുക, പിക്കറ്റിംഗ് ലിക്കർ ഷോപ്സ്, അതായത് മദ്യശാലകളൊക്കെ എന്ത് ചെയ്യുക, പിക്കറ്റ് ചെയ്യുക, അതേപോലെ തന്നെ പോപ്പുലറൈസിങ് ഖാദി പ്രചരിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മലബാറിന്റെ പല പ്രദേശങ്ങളിലും നടന്നിട്ടുണ്ട്. പിന്നെ അടുത്ത സെന്റൻസ് നോക്കാം. When Gandhiji called back the civil disobedience movement, many Congress members in Kerala moved to Socialist Party. ഗാന്ധിജി ഈ സിവിൽ നിയമലംഘന സമരം പിൻവലിച്ചപ്പോൾ 1934 ഗാന്ധിജി സിവിൽ നിയമലംഘന സമരം പിൻവലിച്ചപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരില് ഒരു വിഭാഗം എന്ത് ചെയ്തു? കോൺഗ്രസ് വിട്ട് മറ്റൊരു പാർട്ടി രൂപീകരിക്കാൻ കാരണമായി. ഒന്നുകൂടി നോക്കാം. When Gandhiji called back the civil disobedience movement, many Congress members in Kerala moved to the Socialist Party. കോൺഗ്രസിലെ പല ആളുകളും എന്ത് ചെയ്തു? കേരളത്തിലുള്ള കോൺഗ്രസ് പാർട്ടിയിലെ പല ആളുകളും കോൺഗ്രസ് പാർട്ടി വിട്ട് ഗാന്ധിജിയുടെ ആ ഒരു തീരുമാനത്തിൽ പ്രതിഷേധം അറിയിച്ച് കോൺഗ്രസ് പാർട്ടി വിട്ട് അവർ ഏത് പാർട്ടിയിലേക്ക് മാറി? സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് അവർ ചേക്കേറി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന ചാപ്റ്ററിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി MN ജയപ്രകാശിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഫോം ചെയ്തിട്ടുള്ള പാർട്ടിയാണ്. ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തു. In 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വാസ് റീഓർഗനൈസ്ഡ് ആസ് ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. വീണ്ടും ഒരു മാറ്റം അവിടെ ഉണ്ടാവുകയാണ്. ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 ഫോം ചെയ്യുന്നത്. ആ പാർട്ടി 1939 ഒന്ന് റീഓർഗനൈസ് ചെയ്ത് ഏത് രൂപത്തിൽ, ഏത് പാർട്ടിയായിട്ട് മാറി? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPI എന്ന് പറയുന്ന പാർട്ടിയായിട്ട് മാറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പാർട്ടിയായിട്ട് മാറി. EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ, AKG എന്നറിയപ്പെടുന്ന AK ഗോപാലൻ ആൻഡ് P കൃഷ്ണപിള്ള were the prominent leaders of this party. ഇങ്ങനെ രൂപീകരിക്കപ്പെട്ട ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ ആൻഡ് P കൃഷ്ണപിള്ള തുടങ്ങിയിട്ടുള്ള ആളുകൾ. They organized peasants and workers to fight against Janmi system and the British imperialism. ജന്മി സമ്പ്രദായത്തിനെതിരെയും ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ ഭരണത്തിനെതിരെയും ഒക്കെ പോരാടാൻ ഈ ആളുകൾ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഈ പാർട്ടി എന്ത് ചെയ്തു? സാധാരണക്കാരായ കർഷകരെയും തൊഴിലാളികളെയും ഒക്കെ സംഘടിപ്പിച്ചു. അതിന്റെ ഭാഗമായിട്ട് പല സ്ഥലത്ത് വെച്ചും പല സമരങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായി. അതിന് ചില ഉദാഹരണങ്ങൾ പറയുന്നു. പ്രൊട്ടസ്റ്റ്സ് were held at കയ്യൂർ, മൊറാഴ, കരിവെള്ളൂർ എക്സെട്ര. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നു. കയ്യൂർ സമരം, അതേപോലെ കയ്യൂർ, മൊറാഴ, കരിവെള്ളൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അണ്ടർ ദി ബാനർ ഓഫ് പെസന്റ് ഓർഗനൈസേഷൻ. അതായത് ഈ സമരങ്ങളൊക്കെയും എങ്ങനെയായിരുന്നു? കർഷകരുടെ നേതൃത്വത്തിലാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി AK ഗോപാലിന്റെയും EMS നമ്പൂതിരിപ്പാടിന്റെയും P കൃഷ്ണപിള്ളയുടെയും ഒക്കെ നേതൃത്വത്തിൽ പല സമരങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തി. പ്രൊട്ടസ്റ്റ്സ് റിലേറ്റിംഗ് ടു ദി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇൻ മലബാർ വിറ്റ്നസ്ഡ് destruction of government buildings, bridges, telephone lines, etc. ശ്രദ്ധിക്കണം. അങ്ങനെ സിവിൽ ഡിസൊബീഡിയൻസിന്റെ ഭാഗമായിട്ട് ആ മൂവ്മെന്റിന്റെ ഭാഗമായി നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നീട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ചലനവും എവിടെ ഉണ്ടായിട്ടുണ്ട്? കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്.
സോ അതിന്റെ ഭാഗമായിട്ട് പ്രൊട്ടസ്റ്റ് റിലേറ്റിംഗ് ടു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇൻ മലബാർ വിറ്റ്നസ്ഡ്. എന്തൊക്കെ കാര്യങ്ങൾ മലബാറിൽ നടന്നതിന്റെ ഭാഗമായിട്ട് ദേശീയ തലത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്തപ്പോൾ ജനങ്ങൾക്ക് കൃത്യമായ ഡയറക്ഷൻസ് കിട്ടാതെ അവർ വളരെ അക്രമോത്സുകമായിട്ട് പ്രവർത്തിച്ചു. കണ്ണിൽ കണ്ട സാധനങ്ങളെല്ലാം നശിപ്പിക്കാൻ, ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട സർവ്വതും നശിപ്പിക്കുന്ന ഒരു രീതിയിലാണ് ആ സമരം മുന്നോട്ട് പോയതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. എന്തൊക്കെയാ മലബാറിൽ നടന്നത്? ഡിസ്ട്രക്ഷൻ ഓഫ് ഗവൺമെന്റ് ബിൽഡിംഗ്, സർക്കാർ കെട്ടിടങ്ങളൊക്കെ തകർക്കുക, പാലങ്ങൾ തകർക്കുക, ടെലിഫോൺ ലൈനുകളൊക്കെ നശിപ്പിക്കുക, അങ്ങനെയുള്ള ഒരുപാട് പ്രവൃത്തികൾ ഈ സമരത്തിന്റെ ഭാഗമായിട്ട്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് മലബാറിൽ അരങ്ങേറി. കീഴരിയൂർ ബോംബ് കേസ് വാസ് വൺ ഓഫ് ദി മേജർ ഇൻസിഡൻസ് ഡ്യൂറിംഗ് ദിസ് ടൈം. ഈ ക്വിറ്റ് ഇന്ത്യ സമര വേളയിൽ കേരളത്തിൽ നടന്ന, അല്ലെങ്കിൽ മലബാറിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ്. ഓക്കെ, ബ്രിട്ടീഷുകാരെ ഞെട്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരേ സമയത്ത് 7ഓളം വ്യത്യസ്ത പ്രദേശങ്ങളിൽ, ഒരേ സമയത്ത് 7ലധികം വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഒരേ സമയത്ത് ബോംബ് സ്ഫോടനം നടത്തി ബ്രിട്ടീഷുകാരെ വല്ലാതെ ഞെട്ടിപ്പിച്ച സംഭവമൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് മലബാറിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന കീഴരിയൂർ ബോംബ് കേസ്. Okay, during this time, in this incident, a police case was charged against 27 persons, including K.B. Menon and Kunyirama Kedavo, accusing them of conspiring to destroy the Farouk Bridge. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട, ഇപ്പോഴും നിലനിൽക്കുന്ന, യാതൊരു കംപ്ലൈന്റും ഇല്ലാണ്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പാലമാണ് കോഴിക്കോട് ജില്ലയിലെ ഫെറോക്ക് പാലം, ഫറോക്ക് ബ്രിഡ്ജ്. അപ്പൊ ആ ഫറോക്ക് പാലം തകർക്കാനുള്ള ശ്രമം കെ.ബി. മേനോന്റെയും കുഞ്ഞിരാമ കിടാവിന്റെയും നേതൃത്വത്തിൽ നടന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് 27ഓളം വരുന്ന ആളുകളെ ബ്രിട്ടീഷ് പോലീസ് എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള പൊളിറ്റിക്കൽ അജിറ്റേഷൻസ് മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഭാഗം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, അതിൽ മലബാർ എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഭാഗം, മലബാറിൽ വരുന്ന ഭാഗങ്ങളാണോ ഇത്രയും ഏരിയ എന്ന് പറയുന്നത്? ഇത്രയും ഭാഗങ്ങൾ മലബാറിൽ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മലബാറിൽ ഒരുപാട് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. നമ്മൾ പേജ് ഒന്ന് നീക്കി നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ട്രാവൻകൂറുമായി ബന്ധപ്പെട്ട് ഈ കാണുന്ന ഈ ഒരു ഏരിയ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കൊച്ചിയിലേക്ക് പോകുമ്പോൾ ഒന്നും കൂടി ചെറുതായി ചെറിയൊരു പാരഗ്രാഫ് മാത്രമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ അജിറ്റേഷൻസ് അഗൻസ്റ്റ് ദി ബ്രിട്ടീഷുകാർക്കെതിരായ സമരങ്ങൾ, കലാപങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് നമ്മുടെ മലബാറിലാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് എക്സ്ട്രാ റീഡിങ്ങിന് നമുക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് കൃത്യമായിട്ട് ഇവിടെ കേരളത്തിന്റെ അന്നത്തെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. മലബാർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്നത്തെ കേരളത്തിന്റെ പകുതിയോളം വരുന്ന, ആദ്യ പകുതിയോളം വരുന്ന ഒരു ഭാഗം മലബാറാണ്. പിന്നീട് കൊച്ചി, ഏറ്റവും താഴ്ഭാഗത്ത് ട്രാവൻകൂർ കാണാൻ പറ്റും. അപ്പൊ ഈ മലബാറിലാണ് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തി. ഇവിടെ കാണാം ബ്രിട്ടീഷ് ഇന്ത്യ. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ് മലബാർ. കൊച്ചിയും ട്രാവൻകൂറൊക്കെ നാട്ടുരാജാക്കന്മാരുടെ ഭരണമാണ്. എങ്കിലും അവിടെ ബ്രിട്ടീഷുകാർ അവരുടെ റെസിഡന്റുമാർ മുഖേന ഇടപെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അതേപോലെ പൂക്കോട്ടൂർ, ബാറ്റിൽ ഓഫ് പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ പറയുന്നുണ്ട്. അത് നേരത്തെ നമ്മൾ പരാമർശിച്ചിട്ടുള്ള ഖിലാഫത്ത് സമരത്തിന്റെ ഭാഗമായിട്ട് അരങ്ങേറിയതാണ്. ഖിലാഫത്ത് കമ്മിറ്റി നേതാക്കന്മാരെ ബ്രിട്ടീഷുകാർ അനാവശ്യമായിട്ട് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ ആരോപിച്ചുകൊണ്ട്, തെറ്റായിട്ടുള്ള കുറ്റം ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തു എന്ന കാരണത്താൽ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു ബാറ്റിൽ ഓഫ് പൂക്കോട്ടൂർ യുദ്ധമാണ് പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ, എക്സ്ട്രാ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ആളുകൾ അതൊക്കെ ഒന്ന് വായിച്ചു വെക്കുന്നത് നല്ലതാണ്. നമ്മുടെ കേരളത്തിന്റെ മലബാറിന്റെ ചരിത്രമാണ് എന്നതുകൊണ്ട് തന്നെ. അതേപോലെ ഇവിടെ കാണാം ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് പറയുന്ന മറ്റൊരു ബോക്സ് ഉണ്ട്. അതും എക്സ്ട്രാ റീഡിംഗ് ആണ്. താല്പര്യമുള്ള ആളുകൾ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. അതേപോലെ തന്നെ വാർ സോങ് എന്ന് പറയുമ്പോൾ പടപ്പാട്ടാണ്. അബൌട്ട് ദി മലബാർ റെബല്യൻ, മലബാർ കലാപത്തെ പറ്റി തയ്യാറാക്കിയിട്ടുള്ള ഒരു പടപ്പാട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും താല്പര്യമുള്ള ആളുകൾ വായിച്ച് അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. കൂടുതൽ വായിച്ചാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്കൊന്നും നഷ്ടപ്പെട്ടു പോവില്ല എന്നും മനസ്സിലാക്കാം. അപ്പോൾ മലബാറിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ട്രാവൻകൂർ ആണ്, തിരുവിതാംകൂർ. ഓക്കെ,
ഇൻ ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ സംഭവ വികാസങ്ങളാണ്. നാഷണൽ മൂവ്മെന്റ്, ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ട്രാവൻകൂറിൽ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്? ട്രാവൻകൂറിൽ പ്രധാനമായിട്ടും ഒരു അഞ്ചോ ആറോ പോയിന്റ്സ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. നോക്കാം. ഇൻ ട്രാവൻകൂർ പൊളിറ്റിക്കൽ അജിറ്റേഷൻ സ്റ്റാർട്ടഡ് ഇൻ 1891 വിത്ത് ദി മലയാളി മെമ്മോറിയൽ. 1891 മലയാളി മെമ്മോറിയലോട് കൂടിയാണ് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. എന്താണ് ഈ മലയാളി മെമ്മോറിയൽ? ഇവിടെ പറയുന്നു, അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ബാരിസ്റ്റർ G.P. Pillai, a memorandum was submitted to the king, signed by more than 10,000 people seeking proportionate representation for the people of Travancore in government job. എന്താണ് ഈ മലയാളി മെമ്മോറിയൽ? ബാരിസ്റ്റർ G.P. പിള്ളയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയതാണ് മലയാളി മെമ്മോറിയൽ. 1891 ഈ സംഭവം. അതായത് തിരുവിതാംകൂറുകാരായിട്ടുള്ള ആളുകൾക്ക് അവിടുത്തെ ജോലികളിലൊക്കെ സംവരണം വേണം, അവസരണം വേണം. അവരുടെ ജനസംഖ്യാനുപാതികമായിട്ട് അവർക്ക് തിരുവിതാംകൂറിലെ ജോലികളിലൊക്കെ എന്ത് വേണം? അവസരം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മോർ ദാൻ 10,000 പീപ്പിൾ, ഏകദേശം 10,000-ലധികം ആളുകൾ ഒപ്പുവെച്ച് രാജാവിന് സമർപ്പിച്ചിട്ടുള്ള ഒരു മെമ്മോറാണ്ടമാണ് ഈ മലയാളി മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സംഭവം. 1891 മലയാളി മെമ്മോറിയൽ അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ബാരിസ്റ്റർ G.P. Pillai. ബാരിസ്റ്റർ G.P. പിള്ളയുടെ നേതൃത്വത്തിലാണ് അത് സബ്മിറ്റ് ചെയ്യുന്നത്. ഏകദേശം 10,000-ലധികം ആളുകൾ ഒപ്പുവെച്ചിട്ടുള്ള ഒരു മെമ്മോറാണ്ടം, ഒരു നിവേദനമാണ്. ഇതിൽ എന്താണ് അവർ ആവശ്യപ്പെടുന്നത് മറ്റൊന്നുമല്ല, സർക്കാർ ജോലികളിൽ, തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് അർഹമായിട്ടുള്ള അല്ലെങ്കിൽ മതിയായ പ്രാതിനിധ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ള ഒരു നിവേദനമാണ്, ഒരു മെമ്മോറാണ്ടമാണ്. ദിസ് മാസ് റെപ്രസെന്റേഷൻ ഈസ് നോൺ ആസ് മലയാളി മെമ്മോറിയൽ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മലയാളി മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കൃത്യം 5 വർഷം കഴിഞ്ഞപ്പോൾ 1891 മലയാളി മെമ്മോറിയൽ. ഇൻ 1896 ഡോക്ടർ പൽപു സബ്മിറ്റഡ് a memorial to the king raising the problems faced by Eezhava community. ഓക്കെ, ശ്രദ്ധിക്കുക. 1896 ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ രാജാവിന്, തിരുവിതാംകൂർ ഭരണാധികാരിക്ക് മറ്റൊരു മെമ്മോറാണ്ടം സമർപ്പിക്കുകയാണ്. അതിൽ എന്താ പരാമർശിക്കുന്നത്? റൈസിംഗ് ദി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദി ഈഴവ കമ്മ്യൂണിറ്റി. തിരുവിതാംകൂറിലെ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജാവിന് സമർപ്പിച്ചിട്ടുള്ള നിവേദനമാണ്. ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ സമർപ്പിച്ചിട്ടുള്ള മെമ്മോറാണ്ടമാണ് ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. ദിസ് ഈസ് നോൺ ആസ് ഈഴവ മെമ്മോറിയൽ. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ ഇവിടെ നോക്കി. ഒന്ന്, അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് G.P. Pillai മലയാളി മെമ്മോറിയൽ ഇൻ 1891 ആൻഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ പൽപു ഈഴവ മെമ്മോറിയൽ ഇൻ 1896. 2 കാര്യങ്ങൾ ട്രാവൻകൂറിൽ 2 കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ നോക്കി. ഇനി ദി ഡിപ്പോർട്ടേഷൻ, മൂന്നാമത്തെ മറ്റൊരു സംഭവം പറയാണ്. ദി ഡിപ്പോർട്ടേഷൻ of Ramakrishna Pillai, the editor of Swadeshabhimani, a newspaper, for criticizing the then Diwan of Travancore, caused significant political breakthroughs in Kerala. കേരളത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാവൻകൂറിൽ, തിരുവിതാംകൂറിൽ ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമായ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാടുകടത്താനുള്ള കാരണം എന്താ? തിരുവിതാംകൂറിലെ ദിവാനെ വിമർശിച്ചു എന്ന കാരണത്താലാണ്. തിരുവിതാംകൂറിലെ ദിവാനെ വിമർശിച്ചു, ക്രിട്ടിസൈസ് ചെയ്തു എന്ന കാരണത്താലാണ് അദ്ദേഹത്തെ, സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായ രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുന്നത്. അത് 1910 1910 ആ സംഭവം. അത് പക്ഷെ നമുക്ക് ഇവിടെ വർഷം പറയുന്നില്ല. അപ്പൊ ഈ ഒരു സംഭവം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ദി ഡിപ്പോർട്ടേഷൻ ഓഫ് രാമകൃഷ്ണ പിള്ളൈ, ദി എഡിറ്റർ ഓഫ് സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ, സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിട്ടുള്ള രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തി. കാരണം എന്താണ്? ഫോർ ക്രിട്ടിസൈസിങ് ദി ദെൻ ദിവാൻ ഓഫ് ട്രാവൻകൂർ. അന്നത്തെ ട്രാവൻകൂർ ദിവാനെ വിമർശിച്ചു എന്ന കാരണത്താലാണ് അദ്ദേഹത്തെ നാടുകടത്തിയത്. ഇനി അടുത്ത സെന്റൻസിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ഈ നാടുകടത്തൽ എന്തിന് കാരണമായിട്ടുണ്ട്? ദാറ്റ് കോസ്ഡ് സിഗ്നിഫിക്കന്റ് പൊളിറ്റിക്കൽ ബ്രേക്ക് ത്രൂസ് ഇൻ കേരള. ഓക്കെ, കേരളത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി രംഗത്തിറങ്ങാൻ രാമകൃഷ്ണ പിള്ളയുടെ ഈ ഒരു നാടുകടത്തൽ കാരണമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 3 പോയിന്റ്സ് നമുക്ക് കിട്ടി. ഇനി മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്.
In 1931, Christian, Muslim, and Yeraba communities launched agitation seeking reservation in government jobs in proportion to their population. This is known as നിവർത്തന പ്രക്ഷോഭം ഓർ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ്. ഓക്കെ, രണ്ടുപേരിലും നമുക്ക് ഒന്നുകിൽ നിവർത്തന പ്രക്ഷോഭം എന്ന് പറയാം, അല്ലെങ്കിൽ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് എന്ന് പറയാം. എന്താ സംഭവം? 1932 ക്രിസ്ത്യൻ, മുസ്ലിം ആൻഡ് ഈഴവ കമ്മ്യൂണിസ്റ്റീസ്, ഓക്കെ, ഏതൊക്കെയാണ്? ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാര് 1932 ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം അല്ലെങ്കിൽ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത്. അതിലെന്താ അവർ ഉദ്ദേശിക്കുന്നത്? പ്രധാനമായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ ജനസംഖ്യാനുപാതികമായിട്ട് എന്ത് വേണം? സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ഒക്കെ ജനസംഖ്യാനുപാതികമായിട്ട് ഈ പറയുന്ന വിഭാഗങ്ങൾക്ക് സംവരണം വേണം. ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഈഴവ വിഭാഗത്തിൽപ്പെട്ടവർക്ക് എന്ത് വേണം? സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ സമരം നടത്തിയത്. അതിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ ഇവിടെ പറയുന്നുണ്ട്. ദിസ് നിവർത്തന പ്രക്ഷോഭം ഓർ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് വാസ് ലെഡ് ബൈ NV ജോസഫ്, PK കുഞ്ഞു ആൻഡ് C കേശവൻ. NV Joseph, PK Kunju, and C Keshavan were the leaders of നിവർത്തന പ്രക്ഷോഭം ഓഫ് 1932. അപ്പോൾ അങ്ങനെ ഒരു സംഭവം, നാലാമതൊരു പോയിന്റും കൂടി നമ്മൾ നോക്കി. നിവർത്തന പ്രക്ഷോഭം ഓർ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് ഓഫ് 1932. ഇനി മറ്റൊന്ന്, in 1938, with the formation of Travancore State Congress with Pattam Thanupillai as the president, political activities in Travancore gained momentum. 1938 പട്ടം താണുപിള്ള പ്രസിഡന്റ് ആയിക്കൊണ്ട്, പട്ടം താണുപിള്ള അധ്യക്ഷനായിക്കൊണ്ട്, പ്രസിഡന്റ് ആയിക്കൊണ്ട് എന്ത് ഫോം ചെയ്യപ്പെട്ടു? ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. അതിന് ആദ്യത്തെ പ്രസിഡന്റ് പട്ടം താണുപിള്ള. അപ്പൊ അങ്ങനെ ഒരു പാർട്ടി, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അവിടെ ഫോം ചെയ്യപ്പെട്ടതോടെ ട്രാവൻകൂറിലെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും കൂടി എന്തായി? സജീവമായി, ആക്റ്റീവായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഫോർമേഷൻ ഓഫ് Travancore State Congress with Pattam Thanupillai as the president in 1938. Then മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ട്രാവൻകൂറിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് 1946 പുന്നപ്ര വയലാർ പ്രൊട്ടസ്റ്റ്, പുന്നപ്ര വയലാർ സമരം. Okay, the Punnapra Vailar protest in 1946 against the administrative reforms of Diwan Sir C.P. Ramaswamy Iyer led the entry of working class into the political arena. 1946 അന്നത്തെ ദിവാനായ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള സമരമാണ് പുന്നപ്ര വയലാർ സമരം. ഈ ഒരു സമരത്തോടെ തൊഴിലാളികളും സജീവമായിട്ട് രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു എന്നത് ഈ സമരത്തിന്റെ പ്രത്യേകതയാണ്. 1946 പുന്നപ്ര വയലാർ പ്രൊട്ടസ്റ്റ് ആണ്. അത് എന്തിനെതിരെയാണ്? അഗൈൻസ്റ്റ് ദി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഓഫ് ദിവാൻ സർ CP രാമസ്വാമി അയ്യർ. ദിവാനായ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ, തെറ്റായ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെയാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. ഈ സമരത്തിലൂടെ കർഷകർ സജീവമായി രാഷ്ട്രീയ രംഗത്തേക്ക് ഇടപെടാൻ തുടങ്ങി. നേരത്തെ നമ്മൾ പറഞ്ഞ നാട് കടത്തപ്പെട്ട രാമകൃഷ്ണ പിള്ളയുടെ വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ട്രാവൻകൂറിലെ സംഭവ വികാസങ്ങളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതൊന്നുകൂടി ഓടിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് നോക്കാം എത്ര പോയിന്റുകളുടെ പഠിക്കാനുള്ളത് നോക്കാം. ഏറ്റവും ആദ്യം ട്രാവൻകൂറിലെ കാര്യം പറയുകയാണ്. ഏറ്റവും ആദ്യം 1891 മലയാളി മെമ്മോറിയൽ, അതിന്റെ ലീഡർ GP പിള്ളയാണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ രണ്ടാമത്തെ പോയിന്റ് 1896 ഈഴവ മെമ്മോറിയൽ, അതിന്റെ ലീഡർ ഡോക്ടർ പൽപ്പു ആണ് എന്നും നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ രണ്ട് സംഭവങ്ങളപ്പായി, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ. മറ്റു പോയിന്റ് എന്ന് പറയുന്നത് ഡിപ്പോർട്ടേഷൻ ഓഫ് രാമകൃഷ്ണ പിള്ളൈ, സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായ രാമകൃഷ്ണ പിള്ളയുടെ നാടുകടത്തലാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട സംഭവം. ഇനി നാലാമത്തെ സംഭവം 1932 നിവർത്തന പ്രക്ഷോഭമാണ്, അല്ലെങ്കിൽ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് ആണ്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 1938 ഫോർമേഷൻ ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് വിത്ത് പട്ടം താണുപിള്ളൈ ആസ് ദി പ്രസിഡന്റ്. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 1946 പുന്നപ്ര വയലാർ പ്രൊട്ടസ്റ്റ് ആണ്. അപ്പൊ ഈ പോയിന്റുകൾ മാത്രം ഓർത്ത് വെച്ചാൽ തന്നെ ട്രാവൻകൂറിലെ നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ പറയുന്നതാണല്ലോ നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, അതിൽ മലബാർ നോക്കിക്കഴിഞ്ഞു,
കുറച്ചധികം പോയിന്റ്സ് മലബാറിലുണ്ട്. എന്നാൽ ട്രാവൻകൂറിലേക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എണ്ണി പറയാൻ പറ്റുന്ന, പെറുക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. 1 പോയിന്റ്, 2 പോയിന്റ്, ഡിപ്പോർട്ടേഷൻ 3ാമത്തെ പോയിന്റ് ആണ്. 1932 അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് 4ാമത്തെ പോയിന്റ് ആണ്. 1938 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 5ാമത്തെ പോയിന്റ്. 1946 പുന്നപ്ര വയലാർ പ്രൊട്ടസ്റ്റ് 6ാമത്തെ പോയിന്റ്. കൃത്യമായിട്ട് 6 പോയിന്റുകൾ നമുക്ക് ഇവിടെ കിട്ടും. ഇനി നമ്മൾ കൊച്ചിയിലേക്ക് കടക്കുമ്പോൾ അതും കൂടി നോക്കി നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ദി സ്ട്രഗിൾ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇൻ കൊച്ചി ബിഗാൻ വിത്ത് ദി ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ ഓഫ് 1936. ശ്രദ്ധിക്കണം, കൊച്ചിയിലെ കാര്യം പറയാണ്. അതായത് ഇലക്ട്രിസിറ്റി സമരത്തോടു കൂടിയാണ്, ഇലക്ട്രിസിറ്റി സമരം 1936 ഇലക്ട്രിസിറ്റി സമരത്തോടു കൂടിയാണ് കൊച്ചിയില് എന്ത് ചെയ്യുന്നത്, കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, സമരങ്ങളൊക്കെ ആരംഭിക്കുന്നത്. സ്ട്രഗിൾ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെന്റ്, ഉത്തരവാദ ഭരണത്തിനായിട്ടുള്ള സമരങ്ങളൊക്കെ കൊച്ചിയിൽ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? വിത്ത് ദി ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ ഓഫ് 1936. 1936 ഇലക്ട്രിസിറ്റി സമരത്തോടു കൂടിയാണ്. എന്താണ് ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ? ഇവിടെ പറയുന്നുണ്ട്, ദി അജിറ്റേഷൻ വാസ് അഗൈൻസ്റ്റ് ദി ഡിസിഷൻ ഓഫ് ദിവാൻ ഷൺമുഖം ചെട്ടി ടു ഹാൻഡ് ഓവർ ദി ചാർജ് ഓഫ് ഇലക്ട്രിസിറ്റി സപ്ലൈ ഇൻ കൊച്ചി ടു എ പ്രൈവറ്റ് കമ്പനി. ഓക്കെ, അതായത് കൊച്ചിയിലുള്ള വൈദ്യുതി വിതരണം, കൊച്ചിയിലെ വൈദ്യുതി വിതരണം ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാനുള്ള ദിവാനായ ഷൺമുഖം ചെട്ടിയുടെ തീരുമാനത്തിനെതിരെയാണ് അവിടെ ഈ സമരം നടന്നത്. ഓക്കെ, കൊച്ചിയിലെ വൈദ്യുതി വിതരണം ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ ആര് തീരുമാനിച്ചു? ദിവാനായ ഷൺമുഖം ചെട്ടി തീരുമാനിച്ചു. അതിനെതിരെ ജനങ്ങൾ നടത്തിയിട്ടുള്ള സമരമാണ് ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ ഓഫ് 1936 എന്നറിയപ്പെടുന്നത്. The agitation for responsible government in Kochi was not so strong as it was in Travancore. തിരുവിതാംകൂറിലുള്ളതുപോലെയുള്ള ശക്തമായ സമരങ്ങളൊന്നും, റെസ്പോൺസിബിൾ ഗവൺമെന്റിന് വേണ്ടിയിട്ട്, ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയിട്ട് അത്ര ശക്തമായ സമരങ്ങളൊന്നും എവിടെ ഉണ്ടായിട്ടില്ല? കൊച്ചിയിൽ ഉണ്ടായിട്ടില്ല. The formation of Kochi Rajya Prajamandalam, the formation of Cochin Rajya Prajamandalam under the leadership of S. Neelakhanda Iyer, V.R. Krishnan Ezhuthachan in 1941 strengthened the movements. ഓക്കെ, ഇവിടെ പറയുന്നു, നമ്മൾ നേരത്തെ ട്രാവൻകൂറിൽ ഒരു പാർട്ടിയുടെ കാര്യം പറഞ്ഞു, ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. ആ പാർട്ടി വന്നതോടെ ട്രാവൻകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ഒന്നുകൂടി സജീവമായി എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അതേപോലെ കൊച്ചിയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഫോം ചെയ്യപ്പെടാണ്, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. ലീഡേഴ്സ് ആയിരിക്കുന്നു എസ് നീലകണ്ഠ അയ്യർ, V.R. കൃഷ്ണൻ എഴുത്തച്ഛൻ തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത് 1941 അപ്പൊ ഈ ഒരു പാർട്ടിയുടെ ഫോർമേഷനോട് കൂടി എന്തായി, കൊച്ചിയിലുള്ള പൊളിറ്റിക്കൽ അജിറ്റേഷൻസ് ഒന്നുകൂടി സജീവമായി. ഈ ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ ആൻഡ് കെ അയ്യപ്പൻ were among the leaders of കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. ഈ പാർട്ടിയുടെ മറ്റ് പ്രധാനപ്പെട്ട ലീഡേഴ്സിന്റെ പേരും കൂടി ഇവിടെ പറയുന്നു. നേരത്തെ 2 പേര് നമ്മൾ പറഞ്ഞു, എസ് നീലകണ്ഠ അയ്യർ ആൻഡ് V.R. കൃഷ്ണൻ എഴുത്തച്ഛൻ. അതുകൂടാതെ ഈ പ്രസ്ഥാനത്തിന്റെ മറ്റ് നേതാക്കന്മാരാണ് ഈ ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ ആൻഡ് കെ അയ്യപ്പൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൊച്ചിയുമായി ബന്ധപ്പെട്ട്, കൊച്ചി നാഷണൽ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ കാര്യങ്ങൾ നമുക്ക് ഇത്രയും മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ, പരാമർശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളും നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയ ഹെഡിങ് ഒരിക്കൽ കൂടി നോക്കുകയാണെങ്കിൽ, നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, കേരളത്തിൽ ദേശീയ സമരം കേരളത്തിൽ എന്നാണ്, ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്നാണ് ഹെഡിങ്ങിന്റെ അർത്ഥം. അതുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. അതിനുശേഷം ട്രാവൻകൂറിൽ, തിരുവിതാംകൂറിൽ പ്രധാന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് നടന്നതെന്ന് നോക്കി. ഏറ്റവും ഒടുവിലായിട്ട് കൊച്ചിയിലെ കാര്യവും നമ്മൾ പരാമർശിച്ചു. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ബാക്കി കാര്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബാക്കി കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, നാഷണൽ മൂവ്മെന്റ് ആൻഡ് വിമൻ, ദേശീയ പ്രസ്ഥാനവും കേരളത്തിലെ സ്ത്രീകളും, ദേശീയ പ്രസ്ഥാനവും കേരളത്തിലെ സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ, പ്രാതിനിധ്യവുമാണ് നമ്മൾ അവിടെ നോക്കുക. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതേപോലെ തന്നെ ടുവേർഡ്സ് യുണൈറ്റഡ് കേരള, ഐക്യ കേരളത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതും കൂടി പറഞ്ഞാൽ നമ്മുടെ യൂണിറ്റ് തന്നെ ഇവിടെ കഴിയും. അപ്പൊ വളരെ കുറച്ച് കാര്യങ്ങൾ കൂടി മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോയോട് കൂടി ഈ ഒരു ചാപ്റ്റർ നമുക്ക് മൊത്തത്തിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ അടുത്ത ക്ലാസ്സിനായി കാത്തിരിക്കുക. ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു.